ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് ലോകത്തുള്ള എല്ലാ പത്രമാധ്യമങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയമാണ് അമേരിക്കയും ചൈനയും തമ്മിലുള്ള സാമ്പത്തിക വ്യാപാര യുദ്ധം. അമേരിക്ക മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം ചൈനയ്ക്ക് മേൽ ഇറക്കുമതി തീരുവ നടപ്പിലാക്കുന്നു. ചൈനയും തിരിച്ച് അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിയ തീരുവ ഈടാക്കാൻ തീരുമാനിക്കുന്നു. ഇന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന തീരുവ 245% ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക്. ഇതുവരെ ലോക ചരിത്രത്തിൽ ഒരു രാജ്യവും ഇത്രയും തീരുവ മറ്റൊരു രാജ്യത്തിന് മേൽ ചുമത്തിയിട്ടില്ല. ചൈനയും ഇതുപോലെ തന്നെ ഏതാണ്ട് 150% തീരുവ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും ചുമത്തുന്നുണ്ട്. എന്നാൽ ഇവർ തമ്മിൽ ഇത്രയും പ്രശ്നങ്ങൾ പോകുമ്പോൾ ലോകം ഒട്ടാകെ ഒരു സീസ്മിക് ഷിഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതായത് ലോകത്തിലെ കഴിഞ്ഞ 20 വർഷമായിട്ട് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മാനുഫാക്ചറിങ് ചൈനയിലോട്ട് കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട വിഭവങ്ങൾ പലതും ഉണ്ടാക്കിയിരുന്നത് ചൈനയിലാണ്. എന്നാൽ ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ അമേരിക്കയിലെ ഇടപെടലുകൾ മൂലം അത്തരം ഒരു കൺസോളിഡേഷനും മാറ്റം വരാൻ പോവുകയാണ്. അങ്ങനെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതലും ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത് നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നതും അതിലേക്കാണ്. എങ്ങനെയാണ് ഇന്ത്യ ആ ഒരു മാനുഫാക്ചറിങ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പോകുന്നത്? ചൈന ഒന്ന് ബാക്കിലോട്ട് പോകും, അല്ലെങ്കിൽ ചൈനയിലെ പുറത്ത് ഇത്രയും തീരുവ വരുമ്പോൾ എങ്ങനെ ഇന്ത്യക്ക് അത് നേട്ടമായി മാറും എന്നുള്ള വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മുഖവരിയില്ലാതെ വിഷയത്തിലേക്ക് പോകാം. ഈ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഉരസലുകളും ഫ്രിക്ഷനും ഒന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അതിന് കുറച്ച് കാലപ്പഴക്കമുണ്ട്. 2001 ബിൽ ക്ലിൻ്റൺ അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴാണ് ചൈനയെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് അമേരിക്കയ്ക്ക് 2 ഉദ്ദേശം ഉണ്ടായിരുന്നു ചൈനയെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ കൊണ്ടുവന്നപ്പോൾ. ഒന്നാമതായിട്ട് അമേരിക്കൻ കമ്പനികൾക്ക് ചൈനയുടെ ഏതാണ്ട് 100 കോടിക്കടുത്ത് പോപ്പുലേഷൻ വേണ്ട ഒരു അൺടാപ്ഡ് പൊട്ടൻഷ്യൽ ഉള്ളൊരു മാർക്കറ്റിലേക്ക് ആക്സസ് കിട്ടുക എന്നുള്ളതായിരുന്നു. കാര്യം ഇവർക്ക് ഗുഡ്സും സർവീസസും എല്ലാം ആ മാർക്കറ്റിലേക്ക് സെല്ല് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ഉദ്ദേശം. രണ്ടാമത്തെ ഉദ്ദേശം ചൈനയിൽ ജനാധിപത്യ വ്യവസ്ഥിതി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതായത് അമേരിക്ക പ്രതീക്ഷിച്ചത് ക്യാപിറ്റലിസം ചൈനയ്ക്കകത്ത് വരികയും ആൾക്കാർ കൂടുതൽ കൺസ്യൂം ചെയ്യുകയും ഒരു ഫ്രീ മാർക്കറ്റ് ട്രേഡ് ആൻഡ് എക്കണോമി ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസം എന്നുള്ള ആശയത്തിൽ നിന്നും മാറി ജനാധിപത്യം ഒരു ഡെമോക്രാറ്റിക് അപ്രോച്ചിലേക്ക് ചൈന വരും എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ കണക്കുകൂട്ടൽ. എന്നാൽ പിന്നീടുള്ള ഏതാണ്ട് 20 അല്ലെങ്കിൽ ഒരു 15 വർഷം ചൈന വളരെ കൃത്യമായ കണക്കുകൂട്ടലിലൂടെ അമേരിക്ക എന്തൊക്കെയാണോ പ്രതീക്ഷിച്ചത് അതിനൊന്നും ഒരു ചെവി കൊടുക്കാതെ അവരുടേതായ രീതിയിൽ ഒരു ലോകം കെട്ടിപ്പടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ചൈന ആദ്യം മെമ്പർ ആയപ്പോൾ അവർക്ക് നോൺ മാർക്കറ്റ് എക്സംഷൻ സ്റ്റേറ്റസ് ഉണ്ടായിരുന്നു, നോൺ മാർക്കറ്റ് എക്കണോമി എന്ന് പറഞ്ഞിട്ട്. അതിന് ഒരുപാട് റൂൾസ് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഈ റൂൾസ് എല്ലാം അവരുടേതായ ഇഷ്ടത്തിന് വേണ്ട പോലെ മാറ്റി എഴുതി. ഒരു അമേരിക്കൻ കമ്പനിക്ക് ചൈനയിൽ പോയിട്ട് ഈസി ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ബിസിനസ് ചെയ്താൽ തന്നെ അവർ ഫുൾ ടെക്നോളജി അവിടെയുള്ള കമ്പനികൾക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ഒരു 100 കണ്ടീഷൻസ് വെച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കൻ കമ്പനികൾക്ക് അവിടെ ബിസിനസ് ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടായി വന്നു. ഇപ്പോൾ ഗൂഗിൾ പോലുള്ള സെർച്ച് എൻജിൻസ് ഒന്നും ചൈനയിലില്ല, ബെയ്ഡുവാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ പലതും ഉബറില്ല, അതിന് പകരം വേറെ എന്തോ ഒരു ടാക്സി സർവീസ് ഉണ്ട്, അതാണ് അവർ ദീദി എന്നാണ് തോന്നുന്ന പേര്. അങ്ങനെ ഒരു ടാക്സി സർവീസാണ് അവർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ചൈനീസ് കമ്പനികളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പോളിസീസാണ് ചൈന സ്വീകരിച്ചത്. ഇത് ശരിക്കും പറഞ്ഞാൽ ലോങ് ടേമിൽ അമേരിക്കയ്ക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്തത്. ട്രംപ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അതിനെ കവറപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുന്നതിനാണ് ഈ തീരുവ കൂട്ടിയത്. ശരിക്കും ട്രംപ് സർക്കാർ അധികാരത്തിന് വരുന്നതിന് മുമ്പ് തന്നെ 2024 ഒക്ടോബർ മാസം കണക്കുകൾ പ്രകാരം അമേരിക്കയും ചൈനയും ഏതാണ്ട് 20% താരിഫ് അവരുടെ ഇമ്പോർട്ടുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് അമേരിക്ക ഏതാണ്ട് 20% താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തിരിച്ചും അമേരിക്കയിൽ നിന്ന് പോകുന്ന സാധനങ്ങൾക്ക് ചൈനയിലും താരിഫ് ഉണ്ടായിരുന്നു. 2010-12 സമയത്ത് ഏതാണ്ട് 1%-നും 3%-നും ഇടയ്ക്കായിരുന്നു ഈ താരിഫ്. പിന്നെയാണിത് പതുക്കെ കൂടി ഇപ്പം ഈ 20 എല്ലാം കഴിഞ്ഞ് 245 എത്തി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ 2 സാമ്പത്തിക ശക്തികൾ തമ്മിൽ ഇങ്ങനെ ഒരു റിഫ്റ്റ് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉള്ള രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. അതിന് കാര്യമെന്ന് പറഞ്ഞാൽ ഒന്നാമതായി ഇന്ത്യയുടെ GDP ഏതാണ്ട് $4.1 ട്രില്യൺ ആണ് 2024 കണക്കുകൾ പ്രകാരം. നമ്മുടെ PPP പർച്ചേസിംഗ് പവർ പാരിറ്റി ഏതാണ്ട് $13 ട്രില്യൺ. നമ്മളെ മിഡിൽ ക്ലാസ്, നമ്മുടെ പോപ്പുലേഷനിലെ മിഡിൽ ക്ലാസ്
വളരെ വേഗത്തിൽ എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 2025-27 കൂടി ഏതാണ്ട് 50 കോടി ആൾക്കാർ ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് സെഗ്മെൻറ്റിൽ വരുമെന്നാണ് കണക്കൂട്ടപ്പെടുന്നത്. അപ്പോൾ ഈ 50 കോടി ആൾക്കാർ മിഡിൽ ക്ലാസ് സെഗ്മെൻറ്റ് വരുമ്പോൾ അതിന് ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. പ്രധാനപ്പെട്ട 1-2 ആസ്പെക്റ്റ്. ഒന്ന്, നമ്മുടെ കൺസപ്ഷൻ പവറാണ്. നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ, ആൾക്കാരുടെ ഡിസ്പോസബിൾ ഇൻകം, ആൾക്കാർ മാർക്കറ്റിൽ ചിലവഴിക്കുന്ന കാശ്, ഇതൊക്കെ കൂടുതലായിരിക്കും. 2, വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ തൊഴിൽ നേടാൻ സാധ്യതയുള്ള പഠനങ്ങൾ നടത്തുന്ന ആൾക്കാരുടെ എണ്ണം കൂടും. കാരണം മിഡിൽ ക്ലാസ് ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആൾക്കാർ കൂടുതൽ പഠിക്കും, സ്പെഷ്യൽ ട്രേഡ്സ് പഠിക്കും. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് ജോബ് സ്കില്ലുള്ള ആൾക്കാർ കൂടും. ഇത് രണ്ടും വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. ഈ $4.1 ട്രില്യൺ ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് ഉള്ളതാണ് നമുക്ക് ഒരു വലിയ മെയിൻ പോയിൻ്റ്. അതായത് ഈ രാജ്യത്തോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരുണ്ടോ ജോലി ചെയ്യാനായിട്ട്, കൺസപ്ഷൻ നടത്താനായിട്ട് ഇവിടെ ആൾക്കാരുണ്ടോ, അവർക്ക് കാശുണ്ടോ, ഇതൊക്കെ കമ്പനികൾ നോക്കുന്ന പ്രധാന കാര്യമാണ്. ഈ 2 പോയിന്റിലും നമുക്ക് ചെക്ക് മാർക്കാണ്. ഇനി അമേരിക്കൻ ചേംബർ ഓഫ് കോമേഴ്സ് 2023 പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് 40% അമേരിക്കൻ കമ്പനികൾ, ചൈനയിൽ പ്രൊഡക്ഷനുള്ള അമേരിക്കൻ കമ്പനികൾ അവരുടെ പ്രൊഡക്ഷൻ സോഴ്സ് അല്ലെങ്കിൽ അവരുടെ മാനുഫാക്ചറിങ് സോഴ്സ് ചൈനയിൽ നിന്നും മൊത്തമായി മാറ്റുവാനോ അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് വേറെ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇന്ത്യയിലായിരിക്കാം, അല്ലെങ്കിൽ ബ്രസീൽ, മെക്സിക്കോ, വിയറ്റ്നാം അതുപോലുള്ള രാജ്യങ്ങളിലേക്കായിരിക്കാം. സോ അതിൻ്റെ സ്കോപ്പ് അത്രയും വലുതാണ്. 1-2 കമ്പനികളല്ല, 40% കമ്പനികൾ, ചൈനയിൽ ഓൾറെഡി പ്രൊഡക്ഷൻ സോഴ്സ് ഉള്ള 40% കമ്പനികൾ വേറെ രാജ്യത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ഇടപെടലുകളിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്നത് ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമോട്ടീവ്, ഈ കാറിൻ്റെ കമ്പോണൻസ്, ഇത് മൂന്നും കൂടെ ഏതാണ്ട് $380 ബില്യൺ ട്രേഡ് ആണ്, ഈ ട്രേഡ് വാല്യൂ ആണ് ഈ 3 ഏരിയാസിൽ നടക്കുന്നത്. ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ടുണ്ടായ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒന്നുമല്ല, കഴിഞ്ഞ വർഷങ്ങളെ നമ്മൾ 2024 അതുവരെ ഉണ്ടായ താരിഫുകളുടെ ഇൻക്രീസ് കാരണം ഏതാണ്ട് 20% കോസ്റ്റ് ഇൻക്രീസാണ് ഇതുമായി ബന്ധപ്പെട്ട കമ്പനികൾക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നത്. അതായത് ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും 20% കോസ്റ്റ് കൂടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് കമ്പനി അവർക്കൊരു എന്താ പറയുക, ഒരു വോളറ്റാലിറ്റി ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല, ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ചൈനയിൽ മാനുഫാക്ചറിങ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കൻ പോളിസീസ് എങ്ങനെ ചേഞ്ച് ചെയ്യും, അവരെങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നൊക്കെയുള്ള വലിയ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി അവർ ഈ അമേരിക്കയുമായിട്ട് കുറച്ച് ട്രേഡ് ഡെഫിസിറ്റുള്ള രാജ്യങ്ങളിലോട്ട് മാനുഫാക്ചറിങ് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കും, ആ രാജ്യങ്ങളുടെ കപ്പാസിറ്റിയും അവൈലബിലിറ്റിയൊക്കെ അനുസരിച്ച്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ വലിയൊരു വലിയൊരു പ്രോസ്പെക്റ്റ്, ഇന്ത്യയുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റിയിലെ 74% മാത്രമേ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള കമ്പനികളും മാനുഫാക്ചറിങ് ഫാക്ടറീസിനെല്ലാം കൂടെ ഒരു 100 ബാഗ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്ന് വയ്ക്കുക. എന്നാൽ നമ്മൾ 74 ബാഗുകൾ മാത്രമേ കറൻ്റ്ലി ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി 26 ബാഗുകൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഫ്രീ ആണ്. അപ്പോൾ പുറത്തു നിന്നും ഈ മാനുഫാക്ചറിങ് ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കമ്പനികൾക്ക് വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ ഈ 26% അൺടാപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത മാനുഫാക്ചറിങ് കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അത് പല സെഗ്മെൻറ്റിലായിരിക്കും, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം മാനുഫാക്ചറിങ് കപ്പാസിറ്റീസ് ട്യൂക്ക് ചെയ്തിട്ട് വേറൊരു ഡൊമൈനിലോട്ട് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നൊന്ന് ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട്. ആ ഇൻഡെക്സ് വേൾഡ് ബാങ്ക് തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഈ ഇൻഡെക്സിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ചരക്ക് ഗതാഗതം എത്ര വേഗതയിൽ, എത്ര കൃത്യനിഷ്ഠമായി നടക്കുന്നു എന്നുള്ളതിനെ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രാജ്യം സിംഗപ്പൂരാണ്. സിംഗപ്പൂരിൻ്റെ റേറ്റിംഗ് 4.3 ആണ്. ഇന്ത്യയുടേത് 2018 ആയിരുന്നപ്പോൾ 3.18 ആയിരുന്നു. ചൈനയുടേത് ഏതാണ്ട് 3.6 ആണ്. എന്നാൽ 2024 ആയപ്പോൾ നമ്മൾ ആ റേറ്റിംഗ് 3.35 ആക്കി കൂട്ടിയിട്ടുണ്ട്. 2027-28 3.5 ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് വളരെ പ്രധാനമാണ്. കാര്യം
ഈ ഇൻഡെക്സ് അനുസരിച്ചാണ് ഒരു രാജ്യത്ത് എത്ര വേഗത്തിൽ ചരക്കുകൾ മൂവ് ചെയ്യുന്നത്, ഒരു പോർട്ടിൽ നിന്നും മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിലേക്ക് എത്ര പെട്ടെന്ന് സാധനങ്ങൾ എത്തിക്കാൻ സാധിക്കും, എത്ര കൃത്യമായ സാധനങ്ങൾ എത്തിക്കാൻ സാധിക്കും എന്നൊക്കെ മെഷർ ചെയ്യുന്നതാണിത്. ഇത് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇന്ത്യയുടെ ചേഞ്ച് ഒക്കെ 3.18 നിന്നും 3.35 ആണ് എന്ന് പറയുമ്പോൾ ഒരു 0.17 വ്യത്യാസമാണെന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല. വളരെ ലാർജ് സ്കെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ നമുക്ക് ഈ പ്രോഗ്രസ് കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് അമേരിക്കയുടെ റാങ്കിങ് എന്ന് പറഞ്ഞാൽ 3.8 ആണ്. അവർ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് അല്ലെങ്കിൽ 5-6 വർഷമായിട്ട് 3.8 തന്നെയാണ് നിൽക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ അവരധികമായി ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ ടോപ്പ് നോച്ചായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചൈനയ്ക്ക് പുറകിലാണെങ്കിലും, ചൈനയ്ക്ക് 3.6 ഉണ്ട്, നമ്മൾ 3.35 ആണ്. മറ്റു പല രാജ്യങ്ങളെക്കാൾ നമ്മൾ മുന്നിലാണ്. നമ്മൾ വളരെ സെറ്റ് ഗോൾ വെച്ചിരിക്കുകയാണ്. അതായത് 2027-28 ആകുമ്പോൾ 3.5, 3.6 റേഞ്ചിലേക്ക് വരിക എന്നുള്ളൊരു ഗോളോട് കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ബിൽഡ് ചെയ്യുന്ന റോഡുകളെല്ലാം തന്നെ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിതിൻ ഗഡ്കരി ലീഡ് ചെയ്യുന്ന ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഉണ്ട്. $1.4 ട്രില്യൺ അത് ആ പ്രോജക്റ്റിന് വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിലും ഒക്കെ ഈ പല ഹൈവേസും നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എല്ലാം കണക്ട് ചെയ്ത് പല ഹൈവേസും 6 വരി പാതകളും 4 വരി പാതകളും ഒക്കെ വരാനുള്ളതിൻ്റെ മെയിൻ റീസൺ. കാര്യം എന്ന് വെച്ചാൽ ഈ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ വന്നാൽ മാത്രമേ ഈ ചരക്ക് ഗതാഗതം സ്മൂത്ത് ആവുള്ളൂ. ഇത് സ്മൂത്ത് ആയാൽ മാത്രമേ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതായത് വെളിയിൽ നിന്നുള്ള കമ്പനികൾ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാനുഫാക്ചറിങ് മേഖലയിലേക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഉള്ള റോഡൊക്കെ വെച്ചുകൊണ്ട് ഇത് മതി, നമുക്ക് കാറുകൾക്ക് സ്പീഡിൽ പോകാനുള്ള സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല ശരിക്കുമുള്ള ഉദ്ദേശം. വലിയ വലിയ ട്രക്കുകളും ട്രെയിലറുകളും രാജ്യത്തൊട്ടാകെ അങ്ങോളം ഇങ്ങോളം മൂവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു രാജ്യത്തിൻ്റെ പ്രോഗ്രസ്സിലേക്കുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. ഇന്ത്യ ഹെഡ് ചെയ്യുന്നതും അങ്ങോട്ട് തന്നെയാണ്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതലും എക്സ്പോർട്ട് ബേസ്ഡ് മാനുഫാക്ചറിങ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എക്സ്പോർട്ട് ബേസ്ഡ് മാനുഫാക്ചറിങ് നടക്കുന്ന പ്രധാനമായ 5 സംസ്ഥാനങ്ങളിലാണ്. 1 ഗുജറാത്ത്, 2 തമിഴ്നാട്, 3 കർണാടക, 4 ഉത്തർപ്രദേശ്, 5 മഹാരാഷ്ട്ര. ഇങ്ങനെ 5 സംസ്ഥാനങ്ങളിലാണ് ഈ മാനുഫാക്ചറിങ് ബേസ്ഡ് എക്സ്പോർട്ട് ബേസ്ഡ് മാനുഫാക്ചറിങ് എല്ലാം നടക്കുന്നത്. നമ്മൾ കയറ്റുമതി ചെയ്യുന്ന ഗുഡ്സിൻ്റെ 65% മാനുഫാക്ചർ ചെയ്യുന്നത് ഈ 5 സ്റ്റേറ്റുകളിലും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ 5 സ്റ്റേറ്റുകളിലും വരുന്ന ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ അളവ് ഇന്ത്യ മൊത്തത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു സ്കോറാണ്. ഈ 5 സംസ്ഥാനങ്ങളിൽ മാത്രം അടുത്ത 4 വർഷത്തേക്ക് ഉള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കണക്ക് ഏതാണ്ട് 30% കൂടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അത്രയും പ്രോസ്പെക്റ്റ് ഈ സംസ്ഥാനങ്ങളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് കമ്പനികൾ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ചെന്നൈ അറിയപ്പെടുന്ന ഡെട്രോയിറ്റ് ഓഫ് ഏഷ്യ എന്നാണ്. ഡെട്രോയിറ്റ് എന്ന് പറഞ്ഞാൽ US മിഷിഗണിലുള്ള സ്ഥലമാണ് ഡെട്രോയിറ്റ്. ആ ഡെട്രോയിറ്റിലാണ് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ കാറുകൾ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. അത് ഏഷ്യയിലെ ഡെട്രോയിറ്റ് എന്നറിയപ്പെടുന്ന നഗരം ചെന്നൈയാണ്. കാരണം അതിനും മാത്രം കാർ മാനുഫാക്ചറിങ് തമിഴ്നാട്ടിൽ നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ തോതിലുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഈ സ്റ്റേറ്റുകളിലെല്ലാം തന്നെ നടക്കുന്നുണ്ട്. പിന്നെ ഈ സ്റ്റേറ്റുകളിൽ സ്റ്റേറ്റ് സബ്സിഡീസ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ് സ്കീംസ് ഉണ്ട്. PLI സ്കീംസ് എന്നൊക്കെ പറഞ്ഞിട്ട്, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണ്ട് $26 ബില്യൺ സ്കീമാണ് കേന്ദ്ര സർക്കാർ 2020 പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചിട്ട് ഈ സംസ്ഥാനങ്ങൾ അഡീഷണൽ സബ്സിഡീസ് കൊടുത്തിട്ടുണ്ട്. ആ സബ്സിഡീസ് ഉപയോഗിച്ച് ഓരോ കമ്പനിയും അതാത് സംസ്ഥാനങ്ങളിൽ അവരുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് റിഡക്ഷൻസും ഇളവുകളും ഒക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള ഒരു റീസൺ. പിന്നെ പ്രധാനമായും നമ്മൾ മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിൽ നോക്കുമ്പോഴത്തേക്കും ഒരു 4-5 സെഗ്മെൻറ്റാണ് മെയിനായിട്ട് വരുന്നത്. ഒന്നാമത് വരുന്നത് ഇലക്ട്രോണിക്സാണ്. ഈ ഇലക്ട്രോണിക്സിലും ഇന്നും അതികായകന്മാർ ചൈന തന്നെയാണ്. കാര്യം ലോകത്ത് ആവശ്യമുള്ള ആഗോള ഇലക്ട്രോണിക്സ് വിപണിയുടെ 38% മാനുഫാക്ചർ ചെയ്യുന്നത് ഇന്നും ചൈനയിൽ തന്നെയാണ്. എന്നാൽ ഇന്ത്യയിലെ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് റേറ്റ് ചൈനയെക്കാളും സ്പീഡിലാണ് ഗ്രോ ചെയ്യുന്നത്. നമ്മൾ 2018 തൊട്ട് 2019 തൊട്ട് ഇങ്ങോട്ട് ഏതാണ്ട് ആനുവൽ റേറ്റ് 20% നമ്മുടെ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ഇൻക്രീസ് ചെയ്യുന്നത് ഓരോ വർഷം കഴിയും തോറും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് സ്കീം PLI സ്കീം വെച്ചിട്ട് ഇപ്പോൾ ആപ്പിൾ,
ഫോക്സ്കോൺ, സാംസങ് ഇവരെല്ലാം തന്നെ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് $10 ബില്യൺ മാനുഫാക്ചറിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇപ്പോൾ ഈ 3 കമ്പനീസും കൂടെ ഇന്ത്യയിൽ നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ ഒരു രസകരമായ വസ്തുത എന്ന് വെച്ചാൽ 2018 നമ്മൾ ലോകത്തിൻ്റെ സ്മാർട്ട് ഫോൺ വിപണിയുടെ വെറും 3% മാത്രമായിരുന്നു ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്നത്. 2024 അത് ഏതാണ്ട് 18%. 2027 നമ്മൾ ലോകത്തിറങ്ങുന്ന 4 സ്മാർട്ട് ഫോണുകളിൽ ഒരെണ്ണം ഇന്ത്യയിൽ നിർമ്മിച്ചതായിരിക്കും. അതായത് ലോക സ്മാർട്ട് ഫോൺ നിർമ്മാണ വിപണിയുടെ 25% ഇന്ത്യയിലായിരിക്കും നടക്കുന്നത്. അത് വളരെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റെ ഒരു പോളിസി ഒക്കെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു. പിന്നെ ലോകത്തിൻ്റെ മരുന്നുകളുടെ തലസ്ഥാനം എന്ന് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും ഇന്ത്യയാണ്. നമ്മൾ ലോകത്തിലെ മരുന്നുകളുടെ ജനറിക് ഡ്രഗ്, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള അസുഖങ്ങൾക്കുള്ളതല്ല, ജനറിക് ഡ്രഗ്, ഇപ്പോൾ ഡയബറ്റീസിൻ്റെ, കൊളസ്ട്രോളിൻ്റെ, തൈറോയിഡിൻ്റെ അതുപോലുള്ളൊക്കെ മരുന്നുകളുടെയൊക്കെ ലോകത്തിലെ 20% മാനുഫാക്ചറിങ് നടക്കുന്നതും ഇന്ത്യയിലാണ്. ഇന്ത്യ അതിൻ്റെ ഒരു വലിയ കേന്ദ്രമാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ ഒരു വലിയ ഏരിയയാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ്ങിൻ്റെ. പക്ഷേ അതിൻ്റെ അകത്ത് ചെറിയൊരു ഹിഡൻ ഫിഗർ എന്താണെന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മളൊരു മരുന്നുണ്ടാക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന മരുന്നുണ്ടാക്കാനായിട്ട് അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന കമ്പോണൻസാണ്. ഈ കമ്പോണൻസിൽ ഏതാണ്ട് 58% നമ്മൾ പിന്നെ ചൈനയിൽ നിന്നാണ് സോഴ്സ് ചെയ്യുന്നത്. ഇപ്പോഴും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ PLI സ്കീമിൻ്റെ ഭാഗമായിട്ട് അതിലൊരു റിഡക്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ വലിയ റിഡക്ഷൻ ടാർഗറ്റ് ചെയ്യുന്നത് 2027 നമ്മളതിനെ 35% കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അതിനുള്ള പ്രധാന കാരണം ആന്ധ്രാപ്രദേശിൽ 19,000 ഏക്കറിൽ തുടങ്ങിയിരിക്കുന്ന ഒരു ഫാർമാസിറ്റി പ്രോജക്റ്റാണ്. ഭയങ്കര വലിയ ഒരു മാനുഫാക്ചറിങ് പിന്നെ ഹബ്ബാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഹബ്ബിൻ്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്ത് അതൊരു ഫുൾ സ്കെയിലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കമ്പോണൻറ്റ് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന സാധനങ്ങൾ ചൈനയ്ക്കുള്ള നമ്മുടെ ഡിപ്പെൻഡബിലിറ്റി ഏതാണ്ട് 35% നമ്മൾ കുറയ്ക്കും. അതൊരു വലിയ ചേഞ്ചാണ്. കാര്യം ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ നിൽക്കുന്നത് 58ആണ്. 58-ൽ നിന്നും നമ്മൾ ഏതാണ്ട് 23% കുറഞ്ഞാണ് പോകുന്നു. അതൊരു വലിയ ചേഞ്ച് ഇന്ത്യയുടെ മാനുഫാക്ചറിങ് സെക്ടറിനുണ്ടാകും. വലിയൊരു ബൂസ്റ്റ് ഇന്ത്യയുടെ ലോക്കൽ മാനുഫാക്ചറിങ് സെക്ടറിന് ഉണ്ടാകും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ സെക്ടറിനെ കുറിച്ചാണ്. കാലാകാലങ്ങളായി ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ സെക്ടർ ലോകം മുഴുക്ക ഫേമസ് ആണ്. 2023-2024 കാലത്ത് നമ്മൾ ടെക്സ്റ്റൈൽ മേഖലയിൽ മാത്രം എക്സ്പോർട്ട് ചെയ്താണ് $43 ബില്യൺ ഗുഡ്സാണ്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങളായിട്ട് ഒരുപാട് ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് ബംഗ്ലാദേശ്, വിയറ്റ്നാം, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. എന്നാൽ അധികം ആരും പറയാത്തൊരു കാര്യം ഇന്ത്യക്ക് ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു സെക്ടറിലുള്ള അപ്പർ ഹാൻഡാണ്. കാര്യം ഈ ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് ഫാബ്രിക്, നമ്മുടെ ഈ പിന്നെ മെഡിക്കൽ ഫാബ്രിക്, അതുപോലുള്ള പലതരം സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസിന് ഉപയോഗിക്കുന്ന ഡ്രസ്സസ് ഉണ്ട്. സാധാരണ നമ്മൾ ദിനംപ്രതി ഉപയോഗിക്കുന്ന ഡ്രസ്സ് അല്ലാതെ ഉപയോഗിക്കുന്ന ഡ്രസ്സ്. ഇത്തരം ഡ്രസ്സസിൽ ഇന്ത്യയുടെ ഒരു മാനുഫാക്ചറിങ് എബിലിറ്റി മറ്റു രാജ്യങ്ങൾക്കാൾ വളരെ അധികം ഹൈ ആണ്. സാധാരണ ട്രഡീഷണൽ ടെക്സ്റ്റൈൽസ് ഇയർ ഓവർ ഇയർ 8% ഗ്രോ ചെയ്തപ്പോൾ നമ്മുടെ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ സെക്ടർ ഏതാണ്ട് 13% ഗ്രോ ചെയ്യുന്നത്. ഈ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ സെക്ടറിന് സാധാരണ തുണി ഇനങ്ങൾ വിൽക്കുന്നതിനേക്കാളും പ്രോഫിറ്റ് വളരെ കൂടുതലാണ്. 40%ഒക്കെയാണ് അവരുടെ ഒരു പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് ഈ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ സെക്ടറിൽ. അത് ആ ഒരു അപ്പർ ഹാൻഡ് ബാക്കി രാജ്യങ്ങൾ കൈവരിക്കാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. കാര്യം നമ്മളെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയും പ്രോസസ്സും ഒക്കെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ചൈനയ്ക്ക് അതിൻ്റെ അകത്തൊരു വലിയൊരു ഹാൻഡ് ഉണ്ട് ഈ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ സെക്ടറിൽ. സോ അതിൻ്റെ എന്തെങ്കിലും പിന്നെ ഷിഫ്റ്റ് നടന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് വളരെ എളുപ്പം അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. പിന്നൊന്ന് നമ്മുടെ റിന്യൂവബിൾ എനർജിയാണ്. 2018 നമുക്ക് 3 ജിഗാവാട്ടായിരുന്നു സോളാർ കപ്പാസിറ്റി ഉണ്ടായിരുന്നത്. ഇന്ന് അത് ഏതാണ്ട് 18 ജിഗാവാട്ടാണ്. ഒരു 15 ജിഗാവാട്ട് ഇനിയും ഇൻ പ്രോസസ്സാണ്, നമ്മൾ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലുള്ള സോളാർ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി യൂസേജ് ഇന്ത്യയിലുടനീളം നടക്കുന്നുണ്ട്. ഒരു വലിയ ഡിപ്പെൻഡൻസി ചൈനയിൽ നിന്ന് നമുക്കിതിനകത്തുണ്ട് സോളാർ പാനൽസ് വരുന്നതിൻ്റെ അകത്ത്. പക്ഷേ ഇൻഹൗസ് സോളാർ പാനൽ പിന്നെ മാനുഫാക്ചറിങ് മുൻപെങ്ങും കാണാത്ത രീതിയിൽ പ്രോഗ്രസീവാണ്. ഇന്ത്യയിലെ ഗ്ലാസ് മാനുഫാക്ചറിങ് 2020 തൊട്ട് ഇങ്ങോട്ട് ഏതാണ്ട് 6 ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്.
അപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയ ചേഞ്ച് ഈ ഗ്ലാസ് മാനുഫാക്ചറിങ്ങിൽ വരുന്നു. കാര്യം ഈ ഗ്ലാസ് നമ്മൾ സോളാർ പാനൽസുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യും. ഒരുപാട് ഇൻഹൗസ് സോളാർ പാനൽ മാനുഫാക്ചറിങ് പല കമ്പനികളും ഇപ്പം ടേക്കപ്പ് ചെയ്ത് അതിൻ്റെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് സ്റ്റാർട്ട് ചെയ്ത് കിക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഒരു ചൈനയുമായിട്ടുള്ള ആ ഉള്ള സോളാർ പാനൽ ഡിപ്പെൻഡൻസിയിലും വലിയൊരു റിഡക്ഷൻ വരും. നമ്മുടെ രാജ്യത്ത് തന്നെ സോളാർ പാനലുകൾ ലാർജ് സ്കെയിലിൽ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉറപ്പായിട്ടും നമ്മൾ എത്താൻ പോവുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോമോട്ടീവ് സെക്ടർ അതായത് നമ്മളെ കാർ വിപണിയിലെ കാറിൻ്റെ പാർട്സൊക്കെ ഉണ്ടാക്കുന്നതിൽ ചൈനയെക്കാളും ഏതാണ്ട് 35% നമുക്ക് വില കുറവാണ് ഇന്ത്യയിൽ ആ പാർട്സ് ഉണ്ടാക്കുന്നത്. ഇന്ത്യയിൽ തമിഴ്നാടും ഹരിയാനയുമാണ് അതിൻ്റെ മെയിൻ ഏരിയാസ്. ഏതാണ്ട് $19 ബില്യൺ നമ്മൾ 2024 ഓട്ടോ പാർട്സ് എക്സ്പോർട്ട് ചെയ്തത്. ഇത് ജസ്റ്റ് റെഗുലർ ഓട്ടോ പാർട്സ് ആണ്. ഇലക്ട്രിക് കാറുകളുടെ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ പ്രൊഡക്ഷനും ഡിമാൻഡുമാണ് ഇന്ത്യയിൽ പിന്നെ ഏതാണ്ട് 50% റേറ്റിലാണ് ഇലക്ട്രിക് കാറുകളുടെ കമ്പോണൻ്റ് എക്സ്പോർട്ട് ഓരോ വർഷവും കൂടുന്നത്. ഒരു വർഷം 50% വെച്ച് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഗ്രോത്ത് ട്രജക്ടറിയാണ് ആ മേഖലയിലുള്ളത്. അങ്ങനെ പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം ടെക്സ്റ്റൈൽസ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഇലക്ട്രോണിക്സ്, പിന്നെ ഓട്ടോമോട്ടീവ്, അങ്ങനെ എല്ലാ ഏരിയാസിലും വളരെ തകൃതിയായിട്ടുള്ള ഫോക്കസ്ഡ് അറ്റൻഷനിലൂടെ നമ്മൾ മുന്നോട്ടുള്ള പ്രോഗ്രസ് കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ചൈനയിൽ നിന്നും മാറുന്ന കമ്പനീസ് അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനികൾക്ക് ഈ സെഗ്മെൻറ്റിലെല്ലാം ഇവിടെ ഓൾറെഡി മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട്. നമുക്കൊന്നും സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കൊരു ഡിപ്പെൻഡൻസി ഉണ്ട് ഒബ്വിയസ്ലി. പക്ഷേ ആ ഡിപ്പെൻഡൻസി നമുക്ക് വളരെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സാംസങ് നോയിഡയിൽ അവരുടെ ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി തുടങ്ങി കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഗവൺമെൻറ് അവിടുത്തെ ലോക്കൽ സപ്ലയേഴ്സിന് ഒരുപാട് സപ്പോർട്ട് കൊടുത്തിട്ട് 2 വർഷം കൊണ്ട് സാംസങ്ങിന് അവിടെ ഫോൺ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ലോക്കലി സോഴ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്ത്. അതായത് ഒരു ആങ്കർ ഇൻവെസ്റ്റർ ഉണ്ടായിരിക്കും, ഒരു വലിയ മേജർ ഇൻവെസ്റ്റർ, അവരൊരു മാനുഫാക്ചറിങ് പ്ലാന്റ് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അവർക്ക് ഒരുപാട് കമ്പോണൻറ്റ്സ് ആവശ്യമായിട്ട് വരും. സർക്കാരുകൾ അവിടുത്തെ ലോക്കൽ മാനുഫാക്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ ആ ആങ്കർ ഇൻവെസ്റ്റേഴ്സിന് പിന്നെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാവുന്ന രീതിയിൽ കമ്പോണൻറ്റ്സ് സോഴ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാനുഫാക്ചറിങ് ഹബ്ബുകൾ തുടങ്ങി ചെറിയ ഫാക്ടറീസ് തുടങ്ങി നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മളൊരു സപ്ലൈ ചെയിൻ ഇൻറ്റഗ്രേഷൻ തന്നെ ബിൽഡ് ചെയ്യുന്നത്. ചൈന വളരെ എഫക്റ്റീവ്ലി കഴിഞ്ഞ ഒരു 20 വർഷം കൊണ്ട് ബിൽഡ് ചെയ്തെടുത്തും അത് തന്നെയാണ്. അവർക്ക് എന്ത് സാധനം ഉൽപ്പാദിപ്പിക്കണമെങ്കിലും അതിൻ്റെ ഫുൾ കമ്പോണൻസ് അവർ രാജ്യത്ത് തന്നെ ഉണ്ടാക്കുക എന്നുള്ള ഒരു നയത്തിലാണ് ഗവൺമെൻറ് അവരുടെ പ്ലാൻസ് എല്ലാം തന്നെ നടത്തിയിരുന്നത്. അല്ലാണ്ട് ചൈന ഒരു മാനുഫാക്ചറിങ് ഹബ്ബാണ്, ഓക്കെ ഇവിടെ നമ്മൾ എന്ത് മാനുഫാക്ചർ ചെയ്യും, ഇതിൻ്റെ കമ്പോണൻസ് എല്ലാം ബാക്കി രാജ്യങ്ങളിൽ വന്നാലും കുഴപ്പമില്ല, നമ്മളുടെ അസംബ്ലിയാണ് ചെയ്യുന്നത്, അങ്ങനെയല്ലായിരുന്നു. ആദ്യമേ തന്നെ ചൈനീസ് ഗവൺമെൻറ് അപ്രോച്ച് ഈ രാജ്യത്തുണ്ടാക്കുന്ന സാധനങ്ങളുടെ 90% ഓഫ് ദ തിങ്സ് ഇവിടെ തന്നെ സോഴ്സ് ചെയ്യുന്നതായിരിക്കണമെന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റും അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് അത്തരത്തിലൊരു അപ്രോച്ചിലാണ് പോകുന്നത്. അതാണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് തന്നെ സാധനങ്ങൾ ഉണ്ടാക്കി ഇവിടെ തന്നെ ഒരു കംപ്ലീറ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള നിലയിലാണ്. ഇപ്പോൾ ഈ താരിഫൊക്കെ വന്നതിന് ശേഷം ആപ്പിൾ തന്നെ പറയുന്നത് അവർ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഐഫോണുകളുടെ എണ്ണം ഇരട്ടിയാക്കുമെന്നാണ് ഈ ചൈനയിലുള്ള താരിഫ് ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരാൻ കമ്പനീസ് തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലേക്ക്. ഇപ്പം ഐഫോൺ അത്രയും പ്രൊഡക്ഷൻ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അവർ ഇനിയൊരു മാനുഫാക്ചറിങ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കും. സാംസങ് ആ ഒരു രീതി ചിന്തിക്കും, ആപ്പിൾ ചിന്തിക്കുമ്പോൾ ബാക്കിയുള്ള ഇലക്ട്രോണിക് മാനുഫാക്ചേഴ്സ് ചിന്തിക്കും. അങ്ങനെ വലിയൊരു ആങ്കർ ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇത് നമ്മൾ കുറേ കാലങ്ങളായി ചെയ്തിട്ടില്ലായിരുന്നു. എവിടെയെങ്കിലും ഒരു കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ ഓക്കെ ഇവനൊരു കമ്പനി തുടങ്ങി, ഇവൻ മാനുഫാക്ചർ ചെയ്യുന്നു, അത് വിൽക്കുക അവൻ്റെ ഉദ്ദേശമാണ് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും ഒരു മാറ്റം വരുന്നുണ്ട്. ഒരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കമ്പനി ഇവിടെ സസ്റ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണ് എന്ന് ജനങ്ങളും ഗവൺമെൻറ്റും ഒരുമിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മാത്രമേ അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരത്തുള്ളൂ. പിന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസി ആക്കുന്ന പോളിസീസും ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം പ്രീ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പാർക്സ്, ലാൻഡ് അക്വിസിഷനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലും പ്രശ്നമുള്ള ഇഷ്യൂ. എവിടെയെങ്കിലും നിന്ന് സ്ഥലം ഏറ്റെടുക്കാൻ പോയി കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം അതിനെതിരെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് ഓവർകം ചെയ്യാനായിട്ട് പ്രീ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പാർക്ക് ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്തു. ഏതാണ്ട് 125 ഇൻഡസ്ട്രിയൽ പാർക്ക് സെൻട്രൽ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്തു. ഇനിയും ഒരുപാടെണ്ണം പെൻഡിങ് ആണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ പാർക്കിലെല്ലാം ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് ഒരു പ്രൊഡക്ഷൻ ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി തുടങ്ങുന്ന പണ്ടത്തേനേക്കാൾ വളരെ ഈസിയാണ്. കാര്യം ഒരു ഓട്ടോമാറ്റിക് അപ്രൂവൽ വിൻഡോ പ്രോസസ്സ് ഇവർ സ്റ്റാർട്ട് ചെയ്തു. ഈ വിൻഡോ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനുവൽ റിവ്യൂ ഇല്ല. നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ റിവ്യൂ ചെയ്ത് നമുക്ക് അപ്രൂവൽ തരുന്നൊരു സിറ്റുവേഷനാണ്.
ഏതാണ്ട് 93% ആപ്ലിക്കേഷൻസും കറൻ്റ്ലി ഒരു ഓട്ടോമാറ്റിക് വിൻഡോയിലൂടെയാണ് പ്രോസസ് ചെയ്യുന്നത്. 2018 അത് വെറും 60% അല്ലെങ്കിൽ 70% ആ റേഞ്ചായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഏതാണ്ട് 93 ആപ്ലിക്കേഷൻസും ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രോസസ് ചെയ്യുകയാണ്. ഈ എൻ്റയർ പ്രോസസ്സിന് 2018-17 ആ ടൈമിലൊക്കെ ഏതാണ്ട് 1.5 വർഷം ടൈം എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് അത് വെറും 4 മാസം മുതൽ 6 മാസം വരെ കൊണ്ട് പരിപാടി തീരും. ഈ ഓൺ ടോപ്പ് ഓഫ് ദിസ് 15% കോർപ്പറേറ്റ് ടാക്സ് റിഡക്ഷൻ പുതിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസിനെല്ലാം കൊടുത്തിരിക്കുകയാണ്. ഇത് വിയറ്റ്നാം, മലേഷ്യ പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന കമ്പനികൾ കൊടുക്കുന്ന ഒരു ടാക്സ് ബ്രേക്കിന് ഈക്വൽ ചെയ്യുന്ന ഒരു ടാക്സ് ബ്രേക്കാണ് നമ്മളെ രാജ്യവും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ ഫാക്ടേഴ്സാണ് ഈ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതിൻ്റെ അകത്ത്. പിന്നെ നമ്മുടെ കോമ്പറ്റീഷനിൽ നിൽക്കുന്ന രാജ്യങ്ങൾ നോക്കുക, വിയറ്റ്നാം, തായ്ലൻഡ്, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ അഡ്വാൻറ്റേജ്? ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, ഓരോ വർഷവും സ്പെഷ്യലൈസ്ഡ് സ്കില്ലുള്ള 1.2 കോടി ആൾക്കാരെയാണ് നമ്മൾ ജോബ് പൂളിലോട്ട് ആഡ് ചെയ്യുന്നത്. ലോകത്ത് ഒരു രാജ്യത്തിനും അത്രയും ആൾക്കാരെ ഓരോ വർഷവും ജോബ് പൂളിലോട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. വിയറ്റ്നാം ഏതാണ്ട് ആഡ് ചെയ്യുന്ന 15 ലക്ഷം പേരാണ്. തത്തുല്യമായ ആൾക്കാരാണ് തായ്ലൻഡിലും, ഏതാണ്ട് കുറച്ചും കൂടെ കൂടുതലാണ് ബ്രസീൽ, മെക്സിക്കോ പോലുള്ള സ്ഥലങ്ങളിൽ. എന്നാൽ ഇന്ത്യയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 1.25 കോടി ആൾക്കാരെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. അതും മാനുഫാക്ചറിങ് സ്പെഷ്യലൈസ് സ്കിൽഡായിട്ട് ഉള്ള ആൾക്കാർ ആഡ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം നമ്മൾ ക്രമപരമായി വർദ്ധിപ്പിച്ചു വരുന്നുണ്ട്. ഏതാണ്ട് 2 ലക്ഷം മുതൽ 3 ലക്ഷം വരെ പേര് ഓരോ വർഷവും ആ ഒരു സെഗ്മെൻറ്റിൽ ജോബ് മാർക്കറ്റിലേക്ക് വരികയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ മിഡിൽ ക്ലാസിൻ്റെ ഗ്രോത്ത് ലോകത്തിൽ മറ്റു ഒരു രാജ്യത്തും ഇല്ലാത്ത രീതിയിലാണ് ഇന്ത്യയിൽ മിഡിൽ ക്ലാസ് ഗ്രോ ചെയ്യുന്നത്. എൻ്റെയർ 2024-25 ഇയറിൽ എൻ്റെയർ ലോകത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ 2.7% ഗ്രോ ചെയ്യുമെന്ന് പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഗ്രോത്ത് ഏതാണ്ട് 6.7% ആയിരിക്കും GDP ഗ്രോത്ത് അതാണ് പറയുന്നത്. അങ്ങനെ വളരെ ഹൈ സോണിൽ, ഹൈ ഗ്രോത്ത് ട്രാക്കിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ മിഡിൽ ക്ലാസ്, ജോബ് പൂള്, പിന്നെ സ്ഥലങ്ങളുടെ അവൈലബിലിറ്റി, ബാക്കി രാജ്യങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ സ്പെഷ്യലൈസ്ഡ് എക്കണോമിക് സോൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ സ്ഥലം അക്വയർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കേരളത്തിൽ സ്പെഷ്യലി കുറച്ച് വിഷയമാണ് സ്ഥലം അക്വിസിഷൻ. കാര്യം ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനാണ്. നമ്മളൊരു മാനുഫാക്ചറിങ് ഹബ്ബായ സ്റ്റേറ്റ് അല്ല. എന്നാലും നമുക്ക് തിളങ്ങാനുള്ള സാധ്യതകൾ വേറെ ഉണ്ട്. ഇത്രയും സാധ്യതകളും അവസരങ്ങളും നമ്മളെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായും പെർഫെക്റ്റ് ഒന്നുമല്ല. കുറച്ച് ചലഞ്ചസൊക്കെ നമുക്കുണ്ട്. ഒന്നാമത്തെ ചലഞ്ച്, നമ്മുടെ GDPയിൽ ലോജിസ്റ്റിക്സിൻ്റെ കോസ്റ്റ്, അതായത് ഒരു ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്ത സ്ഥലത്തെത്താനുള്ള കോസ്റ്റ് ഏതാണ്ട് 18%. എൻ്റെ GDPയുടെ 18% നമ്മൾ ലോജിസ്റ്റിക്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുവാണ്. ചൈനയിൽ അത് വെറും 14%. അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോജിസ്റ്റിക്സിനുള്ള കോസ്റ്റ് കുറയണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചരക്ക് മൂവ് ചെയ്യാൻ പറ്റണം രാജ്യത്തൊട്ടാകെ പല സ്ഥലങ്ങളിലേക്കും. അതൊരു വലിയ പോയിൻ്റാണ്. നമ്മൾ ആ GDPയിലെ പെർസെൻറ്റേജ് ഓഫ് GDP ഫോർ ലോജിസ്റ്റിക്സ് നമ്മൾ കുറയ്ക്കണം. അതെങ്ങനെ സാധിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വളരെ പെട്ടെന്ന് ഇൻഡസ്ട്രിയൽ കോറിഡോർസും റോഡും ഹൈവേ ഒക്കെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ബിൽഡ് ചെയ്യുമ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന മെയിൻ ചലഞ്ച് നമ്മുടെ ടാർഗറ്റ് റേറ്റിൽ എത്ര പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ 2026 ഇന്ന ഹൈവേ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനെയുള്ള 2026 പറയുന്ന എത്ര പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. വെറും 67% നമ്മുടെ ടാർഗറ്റ് എക്സിക്യൂഷൻ റേറ്റ്. അതായത് ഓരോ വർഷവും 100 പ്രോജക്റ്റുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ 67 പ്രോജക്റ്റേ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. അത് വളരെ കുറഞ്ഞ റേറ്റാണ്. നമ്മളൊരു 75-80% വന്നാൽ തന്നെ വലിയ രീതിയിലുള്ള ടാഞ്ചിബിൾ ചേഞ്ചസ് നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കും. അത് ഒട്ടാകെ അത് റിഫ്ലക്റ്റ് ചെയ്യും. സിറ്റി പ്ലാനിങ്ങിലായാലും ശരി, റോഡ് നെറ്റ്വർക്കിലായാലും ശരി, ക്വാളിറ്റി ഓഫ് ലൈഫിലായാലും ശരി, ഇതൊക്കെ നമുക്ക് സാധിക്കും. വലിയ രീതിയിലുള്ള ഒരു ചേഞ്ചസ് ഈ ടാർഗറ്റ് എക്സിക്യൂഷൻ റേറ്റിൻ്റെ മാറ്റത്തിലൂടെ പിന്നെ നമുക്ക് സമൂഹത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ, ഏജൻസികൾ എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കണം. ഈ റെഡ് ടേപ്പ് ഒരു വലിയ വിഷയമാണ്, ബ്യൂറോക്രസി. അതാണ് ഇന്ത്യ ഫേസ് ചെയ്യുന്ന വേറൊരു പ്രോബ്ലം. അതിലിടങ്ങി വരുമായിരുന്നു. അതായത് പോളിസി അൺസർട്ടനിറ്റി. നമ്മൾ എന്ത് പോളിസി എപ്പോൾ വരും എന്നുള്ള രീതിയിൽ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്നതിനുള്ള ചാൻസസ് ഉണ്ട്. അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് കുറേയൊക്കെ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്, ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും സെൻട്രൽ ഗവൺമെൻറ്റും എല്ലാം. പക്ഷേ വീണ്ടും നമ്മളത് ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാര്യം ഈ അമേരിക്ക ചൈന ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ട് $150 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്ക് വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഇന്ത്യക്ക് അതിനുള്ള സാധ്യത ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 120 മുതൽ $150 ബില്യൺ വരെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്
ആപ്പിളും സാംസങ്ങും ഫോക്സ്കോണും കൂടെ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇലക്ട്രോണിക്സ് മേഖലയിൽ ഏതാണ്ട് $10 ബില്യൺ. അതിൻ്റെ 15 ഇരട്ടിയാണ് നമ്മളെ തേടി വരാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഒരു അവിടെ നിന്ന് പോകുന്ന പിന്നെ കമ്പനീസിനെ ഇങ്ങോട്ട് വലിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ജോഗ്രഫിക്കലി നമ്മളെ പൊസിഷൻ വളരെ സ്ട്രോങ് ആക്കുവാണ് ഒരു മാനുഫാക്ചറിങ് പവർ ഹൗസ് എന്നുള്ള നിലയ്ക്ക്. കാരണം കറൻ്റ്ലി നമ്മുടെ എക്കോണമി കൂടുതലും അഗ്രികൾച്ചർ ആൻഡ് സർവീസസ് ബേസ്ഡ് ആണ്. നമ്മൾ വേൾഡിൻ്റെ ഒരു സർവീസ് ഹബ്ബാണ്. ലോകത്തൊട്ടാകെ IT എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എല്ലാവർക്കും സർവീസ് കൊടുക്കുന്ന ഒരു രാജ്യമായിട്ടാണ് നിൽക്കുന്നത്. അതിൽ നിന്നും മാറി ഒരു മാനുഫാക്ചറിങ് പവർ ഹൗസ് ആവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഷിഫ്റ്റാണ് ഈ ഓപ്പർച്യൂണിറ്റികൾ വരുന്നത്. ഇതൊരു വൺസ് ഇൻ എ ജനറേഷൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് ഓരോ 10 വർഷം കൂടുമ്പോഴും 5 വർഷം കൂടുമ്പോഴും ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി വരില്ല. ഇത് നമുക്ക് കിട്ടാവുന്ന ബെസ്റ്റ് ചാൻസാണ്. നമ്മൾ 1-2 ചാൻസ് ഇതിന് മുമ്പ് പല സ്റ്റേജിലായിട്ട് മിസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇത് നമുക്ക് തരുന്ന ഗോൾഡൻ ചാൻസാണ്. ഇന്ത്യ ഈ ചാൻസ് പിക്കപ്പ് ചെയ്ത് നമ്മളെ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻസ് ഡെവലപ്പ് ചെയ്ത് നമ്മളെ റെഡ് ടേപ്പ് ബ്യൂറോക്രസി കുറച്ച് ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, കമ്പനീസിന് വളരെ ഈസി ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റുന്ന രീതിയിലൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിലുണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ നമ്മൾ ഡിജിറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മളറിയാതെ നമ്മളെ ലൈഫിലുണ്ടായ മാറ്റം നിങ്ങളൊന്ന് ആലോചിച്ചു. 2009 ഞാൻ ഓൺലൈൻ സാധനങ്ങൾ വാങ്ങുമായിരുന്നു. അന്ന് eBay മാത്രമാണ് ഓൺലൈൻ മാർക്കറ്റിൽ അവൈലബിൾ. അന്ന് പല ആൾക്കാർക്കും ഒരു ഓൺലൈൻ വഴി സാധനം വാങ്ങുന്നത് എങ്ങനെയാണെന്നോ ഇനി വാങ്ങിയാൽ സാധനം കിട്ടുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഒരു പുതിയ സാധനങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നതിൽ ഒരു വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളായതുകൊണ്ട് ഞാൻ eBayയിൽ നിന്ന് റെഗുലർലി സാധനങ്ങൾ വാങ്ങാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളെ വീട്ടിലുള്ള കുഞ്ഞു കുട്ടികൾ പോലും അത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാൽ പോരെ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാര്യം ഡിജിറ്റൽ എക്കണോമി അത്രമാത്രം വളർന്നു. ഡിമോണിറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ പേയ്മെൻറ്റ്സിൻ്റെ റെവല്യൂഷണറി ചേഞ്ചാണ്. ഇന്ത്യയിൽ ഉള്ള ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റം, നമ്മൾ UPI പേയ്മെൻറ്റ് സിസ്റ്റം ലോകത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റാണ്. പേയ്മെൻറ്റ് സൊല്യൂഷൻസ് ലോകത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റാണ് ഇന്ത്യയിലുള്ള UPI സൊല്യൂഷൻസ്. അപ്പോൾ ഇത്രയും വലിയ ട്രാൻസാക്ഷൻസ്, ട്രില്യൺസ് ഓഫ് ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഒരു രാജ്യത്ത് വളരെ എഫക്റ്റീവ്ലി ആ ഡിജിറ്റൈസേഷൻ സ്പ്രെഡപ്പായി നമ്മളത് പിക്കപ്പ് ചെയ്തു. സോ വലിയ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടത് ഹോൾഡ് ചെയ്യാൻ പറ്റും, എഫക്റ്റീവ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ചേഞ്ചാണ് ഈ ഡിജിറ്റൽ അക്സെപ്റ്റൻസ്. 10 വർഷം കൊണ്ട് ഇപ്പോൾ നമുക്ക് എന്ത് സാധനം ആമസോണിൽ നിന്ന് വാങ്ങിക്കാം. നമുക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല. സാധനം കറക്റ്റായിട്ട് വരും. അവരുടേതായ പിന്നെ പ്രോഡക്റ്റ് വാറൻറ്റിയും ഗ്യാരൻറ്റിയും ഒക്കെ ഉണ്ട്. അങ്ങനെ വലിയ രീതിയിൽ എക്കണോമി നമ്മളറിയാതെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചുറ്റുപാടും കാണുന്ന മോൾസ്, മറ്റു കാര്യങ്ങളും 10-15 വർഷം മുമ്പ് ഈ ചെന്നൈയിലും ബാംഗ്ലൂരും മാത്രം 1-2 മോൾ ഉണ്ടായിരുന്നതാണ്. ഇന്ന് കേരളത്തിലെ 3-4 ജില്ലകളിൽ 2-3 മോൾ വെച്ച് ഉണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സും ഒരു കൺസ്യൂമർ പാറ്റേൺ ഇൻക്രീസ് ആയിട്ടുണ്ട്. അത് നമ്മൾ ആസ് എ സമൂഹം ഒരുപാട് ചേഞ്ചസ് നമുക്കുള്ളിൽ അറിയാതെ അറിഞ്ഞുകൊണ്ടൊക്കെ വന്നുകൊണ്ടാണ്. അപ്പോൾ അത്തരം ഫോക്കസ്ഡ് ആയിട്ടുള്ള എഫേർട്ട് ഇട്ടാൽ മാത്രമേ ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് സീസ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഞാൻ കരുതുന്നത് വളരെ പോസിറ്റീവ്ലി ഇന്ത്യക്ക് വലിയ ഗ്രോത്താണ് വരും വർഷങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. നെക്സ്റ്റ് ഒരു 5-6 ഇയേഴ്സിൽ വളരെ വലിയ ഗ്രോത്താണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ കണക്കും കഥയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.